എല്ലാവർക്കും നമസ്കാരം. സിനർജി ക്രിയേഷൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ബസ് റൂട്ടിൽ നിന്നും വെറും 35 മീറ്റർ മാത്രം ഡിസ്റ്റൻസിൽ മിതമായ നിരക്കിൽ 3 ബെഡ്റൂമിൻ്റെ പുതിയ വീടിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ നിങ്ങളുമായി ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ വീട് പഴയതും പുതിയതുമായ ടെക്നോളജി ഉപയോഗിച്ചിട്ടാണ് വീടിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളത്. അത് വീട് നിങ്ങൾക്ക് ഉൾഭാഗം കാര്യങ്ങളൊക്കെ കാണുമ്പോൾ കുറച്ച് ഭാഗത്ത് പണ്ടത്തെ കാലത്തെ രീതിയിൽ തന്നെ വർക്ക് നടത്തി, ആവശ്യമില്ലെങ്കിൽ അത് വേറെ ടൈപ്പിലേക്ക് മാറ്റാനൊക്കെ സാധിക്കുന്ന രീതിയിൽ പുതിയതും പഴയതുമായ ടെക്നോളജിയാണ് ഈ വീടിന് നിലവിൽ ഈ വീടിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളത്. വീടിൻ്റെ ഉള്ളിലെ ഭാഗങ്ങൾ കാണുന്നതിന് മുൻപേ തന്നെ നമുക്ക് വീടിൻ്റെ സൈഡ് ഭാഗങ്ങളൊക്കെ കണ്ടതിന് ശേഷം വീടിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാം. വറ്റാത്ത രീതിയിലുള്ള കിണറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ഭാഗം ലിവിങ് ഹാളിൽ നിന്ന് ഇങ്ങോട്ട് പുറത്തേക്ക് കടക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു എൻട്രൻസ്, അത് പുതിയ മോഡലിലൊക്കെ ആക്കിയിട്ട് ചെയ്തിട്ടുള്ളതാണ്. പുറത്താണ് വാഷ് ബേസും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ളത്. ലിവിങ് ഹാളിൽ നിന്ന് പുറത്തേക്ക് കടന്ന് പുറത്ത് വാഷ് ബേസും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. സൈഡ് ഭാഗത്ത് കിണറും കാര്യങ്ങളും വടക്ക് കിഴക്കേ മൂലയിൽ സ്ഥാനത്ത് തന്നെ കിണറും കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ബാക്ക് സൈഡിൽ കിച്ചണോട് ചേർന്നിട്ട് ബാക്ക് സൈഡിലേക്ക് ഒരു എൻട്രൻസ് ബാക്ക് സൈഡിൽ നിന്നും ഉണ്ട്. നമ്മൾ ഈ ചാനലിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് വിവിധ പ്രദേശങ്ങളിലെ വിവിധ ബഡ്ജറ്റിലുള്ള സ്ഥലങ്ങളുടെയും വീടുകളുടെയും വീഡിയോകൾ നമ്മൾക്ക് ഏത് ടൈപ്പിൽ എപ്പോൾ വരുമെന്ന്, ഏത് ബഡ്ജറ്റിലുള്ള വീടുകൾ എപ്പോൾ വരുമെന്ന്, വീടുകളായാലും സ്ഥലങ്ങളായാലും എപ്പോൾ വരുമെന്ന് പറയാൻ സാധിക്കുകയില്ല. ലാഭത്തിൽ ലഭിക്കുന്നത് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളും വീടുകളുടെയും ഉൾപ്പെടെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചില വീടുകളൊക്കെ വളരെ പെട്ടെന്ന് തന്നെ നമ്മൾ കച്ചവടം വീഡിയോ ചെയ്ത് 2-3 ദിവസം കൊണ്ട് തന്നെ കച്ചവടമൊക്കെ ആയ നിരവധി വീടുകളും സ്ഥലങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വീഡിയോകൾ തത്സമയം നിങ്ങൾക്ക് ലഭിക്കാൻ മറക്കാതെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോകൾക്ക് ഒരു ലൈക്ക് ചെയ്യുക. ഈ വീട് വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ വല്ലച്ചിറ പ്രദേശത്താണ്. തൃശ്ശൂർ ടൗണിൽ നിന്നും ഏകദേശം 11 കിലോമീറ്റർ ഡിസ്റ്റൻസിലും തൃശ്ശൂർ ഇരിഞ്ഞാലക്കുട കൊടുങ്ങല്ലൂർ മെയിൻ സ്റ്റേറ്റ് ഹൈവേ പൂച്ചിനിപ്പാട സെൻറ്ററിൽ നിന്നും ഏകദേശം 1 കിലോമീറ്റർ ഡിസ്റ്റൻസിലും ബസ് റൂട്ടിൽ നിന്നും വെറും 35 മീറ്റർ മാത്രം ഡിസ്റ്റൻസിലാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന 3 ബെഡ്റൂമിൻ്റെ മിതമായ നിരക്കിലുള്ള പുതിയ വീട് വിൽപ്പനയ്ക്കായിട്ടുള്ളത്. ഈ വീട് 5 സെൻറ്റ് സ്ഥലത്തിൽ 1400 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂം, ആ 3 ബെഡ്റൂം അറ്റാച്ച്ഡ്, ഒരു കോമൺ ബാത്റൂമായിട്ടുള്ള ഈ വീടിന് ഓണർ ഉദ്ദേശിക്കുന്ന റേറ്റ് 52 ലക്ഷം രൂപ. നേരിയ തോതിൽ മാത്രം നെഗോഷ്യബിളാണ്. എലിജിബിൾ ആയിട്ടുള്ള ആളുകൾക്ക് ഏത് ബാങ്കിൽ നിന്നായാലും പ്രോപ്പർട്ടിയുടെ 80% ലോൺ സൗകര്യം ലഭ്യമാക്കി തരുവാനും അതുപോലെ തന്നെ സാലറിയുടെ 50% ലോൺ സൗകര്യം ലഭ്യമാക്കി തരുവാൻ സാധിക്കുന്ന തരത്തിലുള്ള പർച്ചേസ് ലോൺ ചെയ്തുകൊണ്ട് വീട് സ്വന്തമാക്കുന്നതിന് അനുയോജ്യമായിട്ടുള്ള വീടും സ്ഥലവുമാണ്. 1400 സ്ക്വയർ ഫീറ്റുള്ള കാരണം ബെഡ്റൂമുകളും ലിവിങ് ഹാളും ഡൈനിങ് ഹാളൊക്കെ ആവശ്യാനുസരണം സൗകര്യത്തിനനുസരിച്ച് തന്നെയാണ് വീട് നിർമ്മിച്ചിട്ടുള്ളത്. വീടിൻ്റെ മുകൾ ഭാഗത്ത് ഓപ്പൺ ടെറസ് ഏരിയ ആവശ്യാനുസരണമുണ്ട്. അതിൽ 1-2 ബെഡ്റൂമുകളൊക്കെ കൂട്ടിയെടുക്കാൻ സാധിക്കുന്ന തരത്തിൽ ഓപ്പൺ ഏരിയ വിട്ടിട്ടുണ്ട്. ഈ വീടിന് വറ്റാത്ത കിണറുണ്ട്, അതുപോലെ തന്നെ പൈപ്പ് കണക്ഷനും ഉണ്ട്. ഈ രണ്ടിൽ നിന്നായാലും മുകൾ ഭാഗത്ത് വെള്ളം സ്റ്റോറേജ് ചെയ്യുന്നതിന് കിണറ്റിൽ നിന്നുള്ള വെള്ളമായാലും അതുപോലെ തന്നെ പൈപ്പിൻ്റെ വെള്ളമായാലും 2 ടാങ്കുകൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ആവശ്യാനുസരണം നിങ്ങൾക്ക് ഏത് വെള്ളത്തിൻ്റെ സ്രോതസ്സ് വേണമെങ്കിലും 2 ടാങ്കുകളിലേക്ക് നിറച്ച് ആവശ്യാനുസരണം സമൃദ്ധിയായി വെള്ളം ഉപയോഗിക്കാവുന്നതാണ്. ഞാൻ മുൻപേ പറഞ്ഞ പോലെ നമ്മൾക്ക് താഴത്ത് ഒരു സിറ്റ് ഔട്ടാണ്, അതുപോലെ തന്നെ സെപ്പറേറ്റ് ആവുന്ന രീതിയിൽ ലിവിങ് ഹാള്, അതുപോലെ ഡൈനിങ് ഹാളിൽ നിന്ന് പുറത്തേക്ക് ഒരു എൻട്രൻസ് കൊടുത്തിട്ടുണ്ട്. ആ എൻട്രൻസിനോട് ചേർന്നിട്ട് തന്നെ പുറത്ത് ഔട്ട്സൈഡിലാണ് വാഷ് ബേസും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ളത്. ഇതാണ് ആ ഭാഗം. ഡൈനിങ് ടേബിളിൻ്റെ അവിടുന്ന് ഭക്ഷണം കാര്യങ്ങളൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ പുറത്തേക്ക് എൻട്രൻസ് തുറന്ന് അതൊരു പുതിയ മോഡലാക്കി തന്നെയാണ് വർക്കും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ താഴത്തെ ഫ്ലോറിലുള്ളത് പിന്നെ ഒരു കിച്ചണുണ്ട്. ആവശ്യാനുസരണം നല്ല രീതിയിൽ ഉപയോഗിക്കാൻ സാധിക്കുന്ന രീതിയിൽ ഇപ്പോഴത്തെ മോഡലിൽ ഒരു കിച്ചൺ വർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ പണ്ടത്തെ മോഡലിൽ ചെറിയ അടുക്കള എന്ന് പറയുന്ന പോലെ തന്നെ പണ്ടത്തെ ചിമ്മിനി ടൈപ്പ് അടുപ്പ് കത്തിച്ചുകൊണ്ട് ഉപയോഗിക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള ചിമ്മിനി ടൈപ്പിലാണ്
ഈ വീടിൻ്റെ ചെറിയ അടുക്കളയുടെ ഭാഗം പണി കഴിപ്പിച്ചിട്ടുള്ളത്. അത് ആവശ്യാനുസരണം ആളുകൾക്ക് പഴയ മോഡലാണ് ആവശ്യമാണെങ്കിൽ അതനുസരിച്ച് ഇത് ഉപയോഗിക്കുക. അതല്ലെങ്കിൽ ഇവിടെ മാറ്റം വരുത്താവുന്നതേ ഉള്ളൂ. അതുപോലെ തന്നെ കിച്ചണിനോട് ചേർന്നിട്ട് തന്നെ മുകൾ ഭാഗത്ത് വിറകും കാര്യങ്ങളൊക്കെ സ്റ്റോർ ചെയ്യുന്നതിന് വേണ്ടി സ്റ്റോറേജ് സംവിധാനമൊക്കെ ഇട്ടിട്ടുണ്ട്. കിച്ചണിൽ നിന്ന് തന്നെ ഒരു എൻട്രൻസ് ബാക്ക് സൈഡിലേക്കും കൊടുത്തിട്ടുണ്ട്. വർക്ക് ഏരിയയിലേക്ക് കൊടുത്ത് വർക്ക് ഏരിയയിൽ നിന്നും ബാക്ക് സൈഡിലേക്ക് ഒരു എൻട്രൻസും കൂടി കൊടുത്തിട്ടുണ്ട്. അവിടെ തന്നെ വർക്ക് ഏരിയയോട് ചേർന്ന് ഒരു കോമൺ ബാത്റൂമും ഉണ്ട്. 3 ബെഡ്റൂമാണ്. താഴെ 2 ബെഡ്റൂം, മുകൾ ഭാഗത്ത് ഒരു ബെഡ്റൂം. 3 ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ്. ഒരു കോമൺ ബാത്റൂം, അതുപോലെ തന്നെ മുകൾ ഭാഗത്തുള്ളത് ഒരു ബെഡ്റൂം, അതുപോലെ ഓപ്പൺ ഏരിയ ആണ് ഇട്ടിട്ടുള്ളത്. ഓപ്പൺ ഏരിയയിൽ 1-2 ബെഡ്റൂമുകൾ കൂട്ടിയെടുക്കാൻ സാധിക്കുന്ന തരത്തിലാണ് ഇട്ടിട്ടുള്ളത്. ഇവിടെ നിന്നും ക്രിസ്ത്യൻ പള്ളിയിലേക്ക് ഏകദേശം 1.25 കിലോമീറ്റർ, മുസ്ലിം പള്ളി 1.5 കിലോമീറ്റർ, അമ്പലം 1 കിലോമീറ്റർ, അതുപോലെ തന്നെ മിനി ശിവശേഷൻ ഭാഗത്തേക്ക് ഏകദേശം 1.5 കിലോമീറ്റർ, തിരുവള്ളക്കാവ് അമ്പലം ഭാഗത്തേക്ക് ഏകദേശം 1.5 കിലോമീറ്റർ, വില്ലേജ് ഓഫീസ്, പഞ്ചായത്ത് ഓഫീസ് ഏകദേശം 1-1.5 കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് ഈ കാണുന്ന വീടുള്ളത്. ഈ വീടിന് കാറ് കയറ്റിയിടാൻ സാധിക്കുന്ന രീതിയിൽ കാർ പാർക്കിംഗ് സൗകര്യമൊക്കെ ഉണ്ട്. ചുറ്റും കോമ്പൗണ്ട് വാളുണ്ട്. ഗേറ്റിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആക്കിയിട്ടില്ല. അത് ആവശ്യാനുസരണം ഈ പറഞ്ഞ ബഡ്ജറ്റിൽ നിർത്തിക്കൊണ്ട് തന്നെ ഓണർ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചുള്ള ഗേറ്റും കാര്യങ്ങളൊക്കെ സെറ്റാക്കി തരുന്നതാണ്. അതുപോലെ തന്നെ ഈ വീട് എല്ലാ ഭാഗങ്ങളിലും എല്ലാ പ്രധാനപ്പെട്ട സെൻറ്ററുകളിൽ നിന്നും എളുപ്പത്തിൽ എത്തിച്ചേരാൻ സാധിക്കുന്ന രീതിയിലുള്ള സെൻറ്ററിലാണ് ഈ വീടുള്ളത്. വല്ലച്ചിറ സെൻറ്ററാണ്. തൃശ്ശൂർ ടൗണിൽ നിന്ന് ഞാൻ മുൻപേ പറഞ്ഞു 11 കിലോമീറ്റർ. അതുപോലെ ഒല്ലൂർ സെൻറ്ററിൽ നിന്നായാലും തേക്കാട്ടുശ്ശേരി തലൂർ സെൻറ്ററിൽ നിന്നായാലും പുതുക്കാട് നാഷണൽ ഹൈവേയിൽ നിന്നായാലും ഊരകം സെൻറ്ററിൽ നിന്നായാലും എല്ലാ പ്രധാനപ്പെട്ട സെൻറ്ററുകളുടെ ഏകദേശം നടുക്കായിട്ടാണ് ഈ കാണുന്ന വീടുള്ളത്. മെയിൻ നാഷണൽ ഹൈവേയിലേക്കൊക്കെ ഏകദേശം ഒരു 3.5-4 കിലോമീറ്റർ ഡിസ്റ്റൻസ് മാത്രമാണ് പുതുക്കാട് നാഷണൽ ഹൈവേയിലേക്ക് ഉണ്ടാകുക. അതുപോലെ തന്നെ ഉച്ചിനിപ്പാടം സ്റ്റേറ്റ് ഹൈവേയിലേക്ക് ഏകദേശം 1 കിലോമീറ്റർ മാത്രമാണ് ഡിസ്റ്റൻസ്. ഒരു സാധാരണ ഫാമിലിക്ക് നല്ല രീതിയിൽ താമസിക്കാൻ അനുയോജ്യമായ കണ്ടീഷനോട് കൂടി അത് ഇപ്പോഴത്തെ മോഡലിൽ ബെഡ്റൂമൊക്കെ സെറ്റാക്കിയിട്ട് സെപ്പറേറ്റ് ആയിട്ട് ബാത്റൂമിലേക്ക് പോകുന്നതിനും അതുപോലെ ഡ്രസ് ടേബിളൊക്കെ സെറ്റാക്കുന്ന രീതിയിൽ ഡ്രസ്സിനൊക്കെ വെവ്വേറെ കബോർഡ് കാര്യങ്ങളൊക്കെ വർക്ക് നടത്തിയിട്ടുള്ള ഇതാണ് ഓപ്പൺ ഏരിയ ഭാഗമായിട്ടുള്ളത്. നല്ല വിസ്തീർണത്തിൽ നല്ല രീതിയിൽ സ്പേസ് ഇട്ടുകൊണ്ട് ഓപ്പൺ ഏരിയ കാര്യങ്ങളുണ്ട്. 2 ടാങ്ക് ഇരിക്കുന്നുണ്ട്. ബാക്ക് സൈഡിൽ ആവശ്യമാണെങ്കിൽ 1-2 ബെഡ്റൂമുകൾ കൂട്ടിയെടുക്കാം. 52 ലക്ഷം രൂപയാണ് ഓണർ ചോദിക്കുന്നത്. നേരിയ തോതിൽ നെഗോഷ്യബിളാണ്. ലോഡ് സൗകര്യം ലഭ്യമാണ്. വീട് കാണുന്നതിനും അതുപോലെ തന്നെ ഇതിൻ്റെ പേപ്പർ വർക്കുകൾ ഉൾപ്പെടെ ആവശ്യമായ കാര്യങ്ങൾക്ക് ലോൺ ഫെസിലിറ്റി ഉൾപ്പെടെ ആവശ്യമായ കാര്യങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. അടുത്ത ഒരു പുതിയ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കുള്ളവർക്കും ഗുഡ് ബൈ.